ഹലോ ഗൈസ്, കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് കണ്ടന്റ് ഒന്നും ഇല്ല ഗൈസ്, അതുകൊണ്ട് വീഡിയോസ് ഇടാത്തത്. ഇന്ന് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ. റെഡി ആകുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിന് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. കാരണം സെയിനും ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഓൻ ഉണരും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധോദയം ഉണ്ടായി, ഈ വോയിസ് ഓവർ കൊടുക്കാൻ രണ്ടാം പണിയാണത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പണി അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെയിനും എണീറ്റും ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു വോയിസ് കൊടുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന്, ഓൺ വോയിസിൽ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ വോയിസ് ഇല്ലാതെ കാണി, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. ഓൺ വോയിസിൽ വീഡിയോ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. കണ്ടൻറ്റുകളൊന്നും ഇല്ല, അപ്പോൾ എന്തായാലും വീഡിയോ ഇനി കാണാം കേട്ടോ. ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. ഇത് ഓയിലി സ്കിന്നിനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. നല്ല മോയ്സ്ചറൈസർ കേട്ടോ. ഇപ്പം ഇങ്ങനെ ഓയിലി ആക്കണ പോലെ ഒന്നും തോന്നിയിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ ബ്രാൻഡൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഞാനിതൊരു 150ൻ്റെ താഴെ റേറ്റിന് വാങ്ങിയിട്ടുള്ള നല്ല ഐബ്രോ പാലറ്റ് കേട്ടോ. അപ്പോൾ 3 കളറിലുള്ള പൗഡർ ഉണ്ട് ഇതിൽ 3 കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യും. ചിലപ്പോൾ ഈ മൂഡ് പോലൊക്കെ യൂസ് ചെയ്യാതെ. ഐബ്രോസ് എന്തായാലും ഫില്ല് ചെയ്യണം കേട്ടോ, അപ്പോഴേ നമ്മളെ ഫേസിനൊരു ഭംഗി വരുള്ളൂ. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഐബ്രോസ് ഫില്ല് ചെയ്യുക, കുറച്ച് ബ്ലഷ് ഇടുക, ലിപ്സ്റ്റിക് ഇടുക. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. ബ്ലഷ് ഞാൻ ആസ് യൂഷ്വൽ പറയണ പോലെ ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ്. നല്ല ബ്ലഷ് വാങ്ങിക്കണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കണവർക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ബ്ലഷ് കേട്ടോ. തോർക്കാൻ കിട്ടണമെങ്കിൽ എല്ലാവരും അവിടെ കിട്ടി, അവസാനം കിട്ടി. അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ റൗണ്ട് ഫേസ് ഉള്ളവർ ഒരിക്കലും നമ്മൾ കവിളിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യരുത്. സ്ലിം ആയിട്ടുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കവിളിൽ അപ്ലൈ ചെയ്താൽ നമ്മൾ കുറച്ചുകൂടി ഒരു വണ്ണം തോന്നിക്കും. പക്ഷെ നമ്മൾ വണ്ണമുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സി ഷേപ്പിൽ വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഞാനതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീലൊരു അതൊരു മേക്കപ്പ് ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ ബ്ലഷ് കുറച്ച് അധികം ഇട്ടാലും കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് കുറഞ്ഞോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫോണിൽ കാണുമ്പോൾ കുറഞ്ഞ പോലെ ഉണ്ടാവും, പക്ഷെ നമ്മൾ നേരിട്ട് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ സെയിനൊന്ന് സെറ്റിലാക്കട്ടെ. ചീക്കിൽ, ചിന്നിൽ, നോസിൽ ഇത്രയും ഭാഗത്തായിട്ട് ഞാൻ ഇടലുള്ളത്. ഞാൻ കുറച്ച് അധികം ഇടും. എന്നിട്ട് നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് ബ്ലെൻഡായി പോയി. ഇനി വേണമെങ്കിൽ നമുക്കിത് കുറച്ച് കണ്ണിൻ്റെ മേലെ ഇടാം ആവശ്യമുണ്ടെങ്കിൽ. ഇത് കുറച്ചൊക്കെ ആർഭാടാണ്, എന്നാലും എന്തായാലും ഒരു വൈക്ക് പോവല്ലേ കോർക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ എങ്ങോട്ടാണ് പോണതെന്ന്. നമ്മൾ സെയിനുവിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെയിനുവിനുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം. നമ്മളിവിടെ കുക്ക് ചെയ്യണ പാത്രത്തിലൊന്നും എനിക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് കുറച്ച് നേരം ഉച്ചയ്ക്ക് കുറച്ച് നേരം സമ്മതം തരുക. അപ്പോൾ സെയിനുവിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ എനിക്കുള്ള പാത്രങ്ങൾ, സ്പൂണ് അതൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. നമ്മൾ ഫസ്റ്റ് ടൈം പോകുമ്പല്ലേ അതൊക്കെ വാങ്ങിക്കാം. ഇനി നമുക്ക് കുറച്ച് കോമ്പാക്റ്റ് ഇടാം. ഇനി ഇവൻ സമ്മതിക്കോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്ക് കിട്ടുമോ. നമ്മൾ കോമ്പാക്റ്റ് എപ്പോഴും ഇടുമ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇടാൻ നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു പഫ് കിട്ടും, അത് വെച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ കേക്കായിട്ട് നിൽക്കും. ഇതെടുത്തിട്ട് ഇങ്ങനെ കൊട്ടുക, എന്നിട്ട് നമ്മൾ ഫേസിലിടാം. അപ്പം കണ്ടോ ബ്ലഷ് കുറച്ച് ഡിമ്മായില്ലേ. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ കുറച്ച് അധികം ഇടുക, എന്നിട്ട് പൗഡർ ഇടുമ്പോൾ സെറ്റ് കിട്ടും. നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. ഇവൻ എടുത്തിട്ട് ഞാൻ എങ്ങനെ ലിപ്പ് ലൈൻ ചെയ്യും? നമുക്കുട്ടി കുറച്ച് നേരം അവിടെ കിടക്കുമോ? കിടക്കൂലേ? സംഭവം അവനെ ഉറക്കിയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ നിന്നതാണ്. പക്ഷേ അവൻ നീച്ചു. അതങ്ങനെയാണല്ലോ. ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഈ ലിപ്പ് ലൈൻ കൊണ്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് ഔട്ടാവും. നമുക്ക് എലൈറ്റിൻ്റെ നട്ടി ലാറ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് അതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി ഏതെങ്കിലും ഒരു ചുണ്ടിക്ക് പോയിരിക്കും. നമ്മൾ ഉണങ്ങണ വരെ അങ്ങനെ കാണിക്കരുത്. ആസ് യൂഷ്വൽ അങ്ങനെ കാണിച്ചു പോകും, നമ്മൾ കാണിക്കരുത്. അല്ല ഇനി തൊന്ന് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യട്ടാ. ഇനി
ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല. ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് ഡാർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺസീലർ വെച്ച് അതൊന്ന് സെറ്റാക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല. നമുക്കിനി പോകുമ്പോൾ കാണാം. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഇവനൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കട്ടെ. ഉമ്മ വരാൻ നേരമായിട്ടുണ്ട്. ഉമ്മ വരുമ്പോഴത്തേക്കും നമുക്ക് താഴെ പോയി നിൽക്കണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഉമ്മ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം. ഉമ്മ വിളിച്ച ഉടനെ ഇവന് ട്രൗസർ ഇട്ട് കൊടുക്കുന്നു, നമ്മൾ പോകുന്നു. ഇവിടെ കോട്ടപ്പടി ആവും പോകുന്നുണ്ടാവുക. ഇവന് 2-3 പാത്രം വാങ്ങിക്കാനില്ല. പിന്നെ എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കണമെന്നുണ്ട്. പക്ഷെ ഡോക്ടർ 4 മണി വരെ ഉള്ളൂ എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഇനി പോകുന്നുണ്ടോ അറിയില്ല. എന്തായാലും ഇവനക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ വ്ളോഗിലും ഈ ഒരു ഡ്രസ്സാണ് ഇടയിലുള്ളത്. എന്താ വെച്ചാൽ ഇത് ഫീഡിങ് കുർത്തയാണ്. അപ്പോൾ ഇവനെ കൊണ്ട് പുറത്ത് നമ്മൾ ഫീഡിങ് കുർത്ത മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഡ്രസ്സ് ഇടുന്നത്. ഇതും ഒരു റെഡ് കളറും ഒരു നേവി ബ്ലൂ, അതൊക്കെ ഫീഡിങ് കുർത്തയാണ്. അതുകൊണ്ടാട്ടോ അതൊക്കെ ഇടുന്നത്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാനും സൈനും റെഡി ആയിട്ട് താഴെ പോകട്ടെ. താഴെ പറയണത് മെയിൻ റോഡിൻ്റെ ഭാഗമാണ്. ഇത് കുറച്ച് മേലേക്ക് കയറിയിട്ടാണ് നമ്മളെ വീട് വന്നിട്ട്. അപ്പോൾ മെയിൻ റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഉമ്മ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ നേരെ ഓട്ടോ കയറി കോട്ടപ്പടി പോവാണ് ചെയ്തത്. കോട്ടപ്പടിയിൽ നമ്മൾ പോണത് വൈറ്റ് ക്രോക്കറീസ് പറഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട. അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം നോക്കിയത് ഉമ്മാക്ക് ഒരു ഫൈബറിൻ്റെ പ്ലേറ്റ് ചെയ്യുന്നു, പിന്നെ 2 സ്റ്റീലിൻ്റെ ബൗള്, 2 സേനുവിന് കുറുക്കുണ്ടാക്കാൻ പറ്റുന്ന 2 പാത്രം, പിന്നെ ചെറിയ കപ്പ്, അതൊക്കെ വാങ്ങി അവിടുന്ന് ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് കുന്നുമലുള്ള ഒരു പാത്രക്കടയൊക്കെ. അവിടുന്ന് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇവിടുന്ന് എന്തോ 2 സാധനം കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ട് പോയത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.